എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിലൊക്കെ എപ്പോഴും മഴയാണല്ലേ, എപ്പോഴും അതുകൊണ്ട് നമുക്ക് തൊണ്ടയ്ക്ക് ഒരു അസ്വസ്ഥതയും ഒരു ബുദ്ധിമുട്ടൊക്കെയാണ്. അതുപോലെ ഗൾഫിലാണെങ്കിലും തണുപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും അങ്ങ് തൊണ്ടയ്ക്കൊക്കെ ഒരു കിച്ചുകിച്ചൊക്കെയാണ്. അങ്ങനെ നമുക്ക് മസാല ചായ കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിട്ട് നമുക്ക് തോന്നിക്കാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടൊരു മസാല ചായ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. ഞാൻ ഇവിടെ 2 ഗ്ലാസ് ചായയാണ് എടുക്കുന്നത് കേട്ടോ. അതിനുവേണ്ടി ഒരു സോസ് പാനിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇവിടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒത്തിരി അധികം എടുക്കല് കേട്ടോ. നമ്മൾ ഇഞ്ചി അധികം എടുത്തു കഴിഞ്ഞാൽ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. 2 ഏലയ്ക്ക, ചെറിയൊരു കഷ്ണം ഗ്രാമ്പു, ഒത്തിരി വലിയ ഗ്രാമ്പു വേണ്ട കേട്ടോ. അതുപോലെ ചെറിയൊരു കഷ്ണം പട്ട. ഇത്രയും ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇഞ്ചിയും ഏലയ്ക്ക് നമുക്കൊന്ന് ചതച്ചെടുത്തോണ്ടിരാം. ഇഞ്ചി ഒത്തിരി അങ്ങ് ചതഞ്ഞു പോകരുത്, പാല് പിരിഞ്ഞു പോകുമേ. ഇപ്പോൾ ഇഞ്ചി ഈ രീതിയിലാണ് ചതച്ചെടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഈ കൂട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ കൂട്ടെല്ലാം ഞാൻ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ വെള്ളത്തിലോട്ട് ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറങ്ങി വരണം. നമുക്ക് ഇതിലോട്ട് തേയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ സൊസൈറ്റിയുടെ തേയില എടുക്കുന്നത് കേട്ടോ. അതിന് ഇച്ചിരി കടുപ്പം കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ 3/4 ടേബിൾ സ്പൂൺ തേയിലയാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമ്മളപ്പോൾ എത്രയാണ് തേയില ഉപയോഗിക്കുന്നത്, എത്ര കടുപ്പം വേണം അതിനനുസരിച്ചുള്ള തേയില നമുക്ക് ഇട്ട് കൊടുക്കാം. തേയില ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഇത് നമുക്കൊരു 30 സെക്കൻഡ് നല്ലതായിട്ട് തിളപ്പിക്കാം. തേയിലയുടെ കടുപ്പമെല്ലാം വെള്ളത്തിലോട്ട് നല്ല രീതിയിൽ ഇറങ്ങി വരണം. അതുവരെ നമുക്ക് തീ മീഡിയത്തിലിട്ട് നമുക്ക് നല്ലതായിട്ട് ഇതിനെ തിളപ്പിച്ചെടുക്കാം. കണ്ടില്ല, തേയിലയുടെയൊക്കെ സത്ത് നല്ലതായിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തെയൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ ഇതിലെ 1/4 കപ്പ് വെള്ളം അങ്ങ് വറ്റും കേട്ടോ. അതുകൊണ്ടാണ് 1.25 കപ്പ് വെള്ളം എടുത്തത്. ഇതിലോട്ട് 1 ഗ്ലാസ് ഫുൾ ഫാറ്റിൻ്റെ മിൽക്ക് ഞാൻ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതായിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് തിളച്ച് പൊങ്ങി പതഞ്ഞ് വരണം. ആ രീതിയിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തീ മീഡിയത്തിൽ പിന്നെ ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമുക്കൊരു 30 സെക്കൻഡ് ഈ ചായ തിളപ്പിച്ചെടുക്കണം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് ഈ ചായക്ക് ടേസ്റ്റ് വരുന്നത് കേട്ടോ. ചിലരാണെങ്കിൽ തിളച്ച് വരുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യും. അതുകൊണ്ടല്ലോ ചായക്ക് ആ ഒരു ടേസ്റ്റ് വരത്തില്ല. ഇതിലോട്ട് നല്ലതായിട്ട് ഇതിൻ്റെ കടുപ്പമൊക്കെ ഇറങ്ങി ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരണമല്ലോ. അതുകൊണ്ട് 30 സെക്കൻഡ് എന്തെങ്കിലും ചായ നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഓഫ് ചെയ്യാറാവുന്ന സമയത്ത് മാത്രം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കുക. നല്ലതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഞങ്ങൾക്കിവിടെ മധുരം കുറച്ച് മതി. മധുരം അധികം വേണ്ടവർ 1.25 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിനി ചായ അരിച്ചെടുക്കാം. ഇനി ചായ നമുക്ക് നല്ലതായിട്ടൊന്ന് അടിച്ച് പതിപ്പിച്ചെടുക്കണം. അതാണ് ചായയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് നല്ലതായിട്ട് ഇതിനെ പൊക്കി ഒഴിച്ച് അടിച്ചെടുക്കണം. ഒരു 3-4 പ്രാവശ്യം അങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ചായ പെട്ടെന്ന് അങ്ങ് തണുത്ത് പോകുമേ. എന്നിട്ട് നമുക്കിത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ പൊക്കി ഒഴിച്ച് കൊടുക്കണം. അന്നേരമാണ് മുകളിലൊക്കെ നല്ലതായിട്ട് പത വരുത്തോളും പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അങ്ങനെ അടിപൊളി ടേസ്റ്റിൽ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി മസാല ചായ കേട്ടോ. നമ്മുടെ തൊണ്ടയ്ക്ക് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ളപ്പോൾ ഈ മസാല ചായ കുടിക്കുമ്പോഴത്തേക്ക് തൊണ്ടയ്ക്ക് പ്രത്യേക ഒരു ആശ്വാസം തന്നെയാണ്. അതുപോലെ മധുരം ഓവറായിട്ടില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ മധുരം ആവശ്യത്തിന് വേണ്ട ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.